നമസ്കാരം. സോറി, ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനി നമ്മുടെ ഇബ്രാഹിം കുഞ്ഞ് സാഹിബിൻ്റെ മരണത്തോടനുബന്ധിച്ച് പല സ്ഥലത്തും എന്താ പറയുന്നത് യോഗങ്ങൾ, ഈശ്വര യോഗങ്ങൾ നടക്കുന്നുണ്ട്. നാളെ ചെമ്പറക്കിൽ നടക്കുക. ഞങ്ങൾ തന്നെ പിറ്റേ ദിവസം തന്നെ എറണാകുളത്ത് ഞങ്ങൾ ഓഫീസിൽ വെച്ച് ചെറിയ രീതിയിൽ അനശ്വര യോഗം നടത്തി. അദ്ദേഹം മരിച്ച് പിറ്റേ ദിവസം ഹൈക്കോടതിയിൽ പോകുന്ന വഴിയിൽ മുസ്ലിം ലീഗിൻ്റെ ഓഫീസുണ്ട്. അവിടെ കൊടി താഴ്ത്തി കെട്ടിയുണ്ട്. ഒരു ഫ്ലെക്സ് ഒന്നുമില്ല, അതിലൊരു പോസ്റ്റർ പോലും ഇല്ല. അപ്പോൾ മുസ്ലിം സമുദായത്തിൽ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അമിതമായ ഈ ഫോട്ടോ വച്ചുള്ള ഒന്നുമില്ല, വളരെ അപൂർവമായിട്ടുണ്ടോ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതുകൊണ്ട് അതിൽ വലിയ പ്രസക്തിയില്ല. പക്ഷെ അവിടെ നിൽക്കുന്ന ഒരാൾ പറഞ്ഞു, ഇത് ചോദിച്ചപ്പോഴാണ്, ഇബ്രാഹിം കുഞ്ഞും നമ്മുടെ ദിലീപൊക്കെ വെറുക്കപ്പെട്ടവരാണ്. ദിലീപിനെ അമ്പലത്തിൽ പുറത്താക്കി. അദ്ദേഹത്തെ മുമ്പിൽ എനിക്ക് അരമണിക്കൂർ സംസാരിക്കേണ്ടി വന്നു. ദിലീപിൻ്റെ കാര്യത്തിലല്ല, ഇബ്രാഹിമിൻ്റെ കാര്യത്തിൽ. എന്താണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഉന്നയിച്ച ആരോപണങ്ങൾ ഈ ഇത്രയും 10-50 വർഷത്തിനിടയിൽ പാലാരിവട്ടം പാലത്തിൽ വന്ന വീഴ്ചയാണ്. ഇന്ന് ടുഡേ 9-ാം തീയതി 5 മണിക്ക് ശേഷം വാട്സപ്പിൽ മുൻ വീടോട് മന്ത്രി സുധാകരൻ ആലപ്പുഴ അദ്ദേഹത്തിൻ്റെ ഉദ്ധരിച്ചുകൊണ്ട് ഒരാളൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് പാലാരിവട്ടം പാലത്തിൻ്റെ അപാകത എന്ന് പറഞ്ഞ് അത് കരുതിക്കൂട്ടി ഇബ്രാഹിം കുഞ്ഞ് സാഹിബിനെ തകർക്കാൻ വേണ്ടി പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ഇബ്രാഹിം ഒരു വിരോധി ഗ്രൂപ്പും കൂടി ചേർന്ന് അല്ലെങ്കിൽ പരസ്പരം ചെയ്തൊരു കാര്യമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതായത് ഇബ്രാഹിം കുഞ്ഞിനെ ഇലക്ഷനിൽ തോൽപ്പിക്കണമെങ്കിൽ ഇതുപോലെ ഒരു കേസ് കൊണ്ടുവരണം. ജോസ് തെറ്റകളെ അങ്കമാലിയിൽ തോൽപ്പിടുമെങ്കിൽ അദ്ദേഹം ട്രാൻസ്പോർട്ട് മന്ത്രിയാണ്, അതിൽ കാര്യമായിട്ടൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. ഒരു പെണ്ണ് കേസ് ഉണ്ടാക്കി, നിങ്ങൾക്കറിയാമല്ലോ. പെണ്ണ് വന്നിട്ട് വീഡിയോ എടുക്കണം, ഏതെങ്കിലും സ്ത്രീ അങ്ങനെ ഒരു പുരുഷൻ കൂടെ കിടന്ന വീഡിയോ എടുക്കാൻ പറ്റും. അത് ഗോപ്യാക്കല്ലേ, ആ ഒറ്റ കാരണം മതിയില്ലോ അത് തട്ടിപ്പാന്നുള്ളത്. അദ്ദേഹം ഇലക്ഷനിൽ തോൽപ്പിപ്പോയി. ഇബ്രാഹിം കുഞ്ഞിന് മകനും തോറ്റുപോയി. അത് പാലത്തിൻ്റെ അവസ്ഥ പറഞ്ഞാൽ അതിൽ വർക്ക് ചെയ്ത കമ്പികളിൽ അല്പം പോരായി ഉണ്ടായിരുന്നു. അതൊക്കെയാണ് അങ്ങനെ മൈനറായിട്ടുള്ള പരാതിയാണ്. അതേസമയത്ത് മെട്രോ ഇവിടെ മുട്ടം ഭാഗത്ത് മെട്രോൻ്റെ ഒരു പില്ലർ മാക്സിമം ഒരു ലെവലുണ്ട്, അല്ലെങ്കിൽ പാറയിൽ മൂട്ടണം. അതാണ് പാറയിലെ മുട്ടിയിൽ ഇങ്ങനെ കിലോമീറ്റർ പോകാൻ പറ്റും. അപ്പോൾ ഒരു മാക്സിമം ലെവലിൽ ക്രോസ് ചെയ്യും, അല്ലെങ്കിൽ പാറയിൽ മൂട്ടും. അതാണ് പൈലിൻ്റെ രീതി. അങ്ങനെ പില്ലറിന് ഇളക്കം പറ്റി. അവസാനം അവിടെ തൊട്ടടുത്ത് വേറെ പാരലൽ പില്ലർ പണിത് പ്രശ്നം ശരിയാക്കിയാൽ ഒരു പരാതി വന്നില്ല. അന്ന് മന്ത്രിയാരാണ്, രാജീവാണല്ലോ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ഒരാൾക്ക് ആപത്ത്, അവർ സംരക്ഷിക്കാൻ ആ പാർട്ടി ശക്തമായി നിൽക്കും. പക്ഷെ അതുപോലെ UDFിലോ ലീഗിലോ ഇല്ലെന്നുള്ളത് ഏറ്റവും തെളിവാണ്. IIT ഒക്കെ വന്നിട്ടും പറഞ്ഞ് പാലം റിപ്പയർ ചെയ്താൽ മതിയല്ല, പൊളിക്കണമെന്നാണ്. തന്നെയല്ല മറ്റൊരു കാര്യമെന്ന് പറയുന്നു, മെട്രോ കടന്നു പോകുമ്പോൾ അരയടിയായിട്ട് വ്യത്യാസമുണ്ട്. അത് അവിടുത്തെ എഞ്ചിനീയർ തകരാറാണ്, ഇബ്രാഹിമിൻ്റെ കോൺട്രാക്ടറെ അല്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയർമാരെ തല്ലിക്കൊല്ലില്ലേ. അപ്പോൾ എന്താ ഇപ്പോൾ പൊളിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചു അന്ന് രാത്രി പൊളിച്ചു. മനസ്സിലാക്കണം, ഞാൻ ഇബ്രാഹിം കുഞ്ഞിനെ വെള്ളപൂശല്ല. എനിക്ക് ഇബ്രാഹിം കുഞ്ഞിനെ പുകഴ്ത്തിപ്പെടേണ്ട ഒരു കാര്യവും ഞങ്ങൾ ഇവിടെ പരിചയമുണ്ടെന്നല്ലാതെ വേറെ യാതൊരു ബാധ്യത കൊടുക്കലോ ആകലോ നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു സ്നേഹിതനായത് മാത്രമേ ഉള്ളൂ. സത്യമായിട്ട് പറയണ്ടേ. എന്താണ് നിങ്ങൾ എന്നിട്ട് പ്രതികരിക്കുക? അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവർ ഏതോ ഒരു ദിവാസ്വപ്നത്തിലാണ്, ഏതൊരു മായാജാലത്തിലാണ്. ഈ കോൺഗ്രസിൻ്റെ വാലാട്ടി നിന്ന് എന്നീ നക്കപ്പിച്ച് വാങ്ങിച്ച് ഭരണത്തിൽ പങ്കെടുത്ത് സൂചിച്ച് ജീവിക്കുക എന്നല്ലാതെ യാതൊരു പ്ലാനിങ് ഇല്ലാത്തൊരു പാർട്ടി ഉണ്ടെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. യാതൊരു പ്ലാനിങ്ങും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ,
1940 തുടങ്ങിയല്ലേ, 100 വർഷമാകാൻ പോകുന്നു, അല്ലെങ്കിൽ 80 വർഷമായി. 1980 തുടങ്ങിയ BJP 45 വർഷം കൊണ്ട്, അല്ലെങ്കിൽ 15 വർഷം പറഞ്ഞാൽ 30 വർഷം കൊണ്ട് ഇന്ത്യയിൽ ഏകപക്ഷീയമായിട്ട് ഭരിച്ചു, ഒറ്റക്ക് ഭരിച്ചു, ഭരണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ജനസംഖ്യയിൽ അവർ ഓരോന്നും എടുത്താൽ ബ്രാഹ്മിൻസ് 2% മറ്റുള്ളതെല്ലാം വളരെ കുറവാണ്. പക്ഷെ ന്യൂനപക്ഷം ഉൾപ്പെടുന്ന മുസ്ലിം സമുദായം ഇന്ത്യയിൽ 3/1 മുസ്ലിം തന്നെ 20% അപ്പോൾ അത്രയും ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി 80 വർഷം കഴിഞ്ഞിട്ടും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായിട്ട് അതമ്പതിച്ചു പറയുന്നില്ല. വളർച്ച മുരടിച്ചെങ്കിൽ അത് ഉത്തരവാദി ആരാണ്, അതിൻ്റെ കാരണക്കാരാണ്? അതാ ഞങ്ങൾ പറഞ്ഞ മുസ്ലിം ലീഗ് ദീർഘവീക്ഷയില്ലായ്മ, അന്നത്തെ മുസ്ലിം നേതാക്കൾ ദീർഘവീക്ഷയില്ലായ്മ. കാരണം ഇന്ത്യ വിഭജിച്ചു പോയി, തെറ്റാടിയാവട്ടെ. അപ്പോൾ അതിന് കാരണം ഒരു പാർട്ടിയാണ് ഇന്ത്യൻ മുസ്ലിം ലീഗ്. ഇന്ത്യയിൽ വെറും മുസ്ലിം ലീഗാണ്, ഇന്ത്യ ഒന്നുമില്ല, മുസ്ലിം ലീഗ്. അത് പോയി കഴിഞ്ഞ് അപ്പം ആ പേര് മാറ്റണമെന്ന് അന്ന് കൂടിയ യോഗത്തിൽ ബുദ്ധിമാന്മാർ പറഞ്ഞു. പക്ഷെ പാവം മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, അദ്ദേഹം താത്വിക ആചാര്യനാണ്, നല്ല മനുഷ്യനാണ്, കുഴപ്പമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ തമിഴ്നാട് ജില്ല തന്നെയുണ്ട്. അദ്ദേഹത്തിന് 2 ഗുണങ്ങൾ പറയാതിരിക്കാൻ വയ്യ. ഒന്ന്, അദ്ദേഹം ഹജ്ജിന് പോയപ്പോൾ ശാസ്ത്രിയാണ് പ്രധാനമന്ത്രി, അദ്ദേഹം ഒരു പ്രത്യേക ലെറ്റർ കൊടുത്ത്, അതായത് ജിദ്ദയിലെ ഇന്ത്യൻ എംബസിയിലെ ഓഫീസർക്ക്, അംബാസഡർക്ക്, എന്താണ് പേര്, സ്വാഭാവികമായിട്ട് ഇത് നമ്മൾക്ക് വേണ്ടപ്പെട്ട ആൾ സഹായം കൊടുക്കുന്നൊക്കെ ആയിരിക്കുമല്ലോ എഴുതില്ല. പക്ഷെ ആ മനുഷ്യൻ എല്ലാം കഴിഞ്ഞ് തിരിച്ച് പോയേണ്ട തലേ ദിവസമാണ് ഈ ലെറ്റർ അംബാസഡർ കൊടുത്തത്. ലെറ്റർ കൊടുക്കാതെ പോകുന്ന ധിക്കാരമില്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൊടുത്ത ലെറ്ററല്ലേ. അത് നേരത്തെ കൊടുത്താൽ എനിക്ക് പ്രത്യേക ആനുകൂല്യം വേണ്ട, സാധാരണക്കാർക്കുള്ള ആനുകൂല്യം മതി എന്ന് വിചാരിച്ച് കണക്കാക്കി താത്തിയ മനുഷ്യനാണ് അദ്ദേഹം. ഹജ്ജെല്ലാം കഴിഞ്ഞാണ് ഈ ലെറ്റർ കൊടുത്തത്. അതിലൊക്കെ വലിയ മഹത്വം കണ്ട്. മറ്റേത് 10-28 ദിവസം സുഖമില്ലാതെ ആസ്പത്രി കിടന്നു. 29 ഭക്ഷണം കഴിക്കാൻ ബിരിയാണി കൊണ്ടുവന്നപ്പോൾ ഒരു വിശപ്പ് വലിയ ഒരാൾ വന്നപ്പോൾ അദ്ദേഹമാണ് എന്നേക്കാൾ അർഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുത്ത ആളാണ്. അങ്ങനെ ഗുണങ്ങളുള്ള ആളാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം, ദീർഘവിഷമുണ്ട്. അന്ന് മുസ്ലിം ലീഗ് എന്ന് പകരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പകരം വേറൊരു ദേശീയ ധാരയുള്ള പാർട്ടി രൂപീകരിച്ചെങ്കിൽ ഈ 80 വർഷം കൊണ്ട് ഇന്ന് 2ാമത്തെയും 3ാമത്തെയും പാർട്ടിയാകുമായിരുന്നു. ഇനിയും അവസരമുണ്ട്. മുസ്ലിം എന്ന് പേര് മാറ്റി ദേശീയ ധാരയിൽ വന്നാൽ ലീഗിന് ഇനിയും അവസരമുണ്ട്. അതൊക്കെ വലിയ കാര്യം പറഞ്ഞ ഇബ്രാഹിമിൻ്റെ കാര്യമാണ്. അപ്പോൾ എത്ര കൊട്ടി ഘോഷിച്ച് മുസ്ലിം ലീഗ് എത്ര വർഷം കേരളം ഭരിച്ച്, ആകെയുള്ള സമയത്തിൽ 60% മുസ്ലിം ലീഗ് ഭരണത്തിലുണ്ടായിരുന്നു. അത് ഒരു മുഖ്യമന്ത്രി, 2 ഉപമുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ കോടികളിട്ട് അമ്പാനപടി, ഈ ഇബ്രാഹിം ഉൾപ്പെടെ. ആ എറണാകുളം ജില്ലയിൽ ഒരു 10 സ്ഥലം വാങ്ങിച്ച് ഒരു ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കാൻ മരിച്ചുപോയ ഇബ്രാഹിമിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അദ്ദേഹത്തിന് ജൂനിയേഴ്സോ അല്ലെങ്കിൽ സഹപ്രവർത്തകർക്കോ ഗ്രൂപ്പ് നേതാക്കൾ സാധിച്ചോ? ഇന്നുള്ള CH മൂവാൻ മെമ്മോറിയൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ബോർഡുണ്ട്, 2 സെന്റിൽ ഒരു ലൈൻ കെട്ടണം. ഇപ്പോൾ അടിയിൽ നിന്ന് താങ്ങ് കൊടുത്തേക്കാണ് ഇരുമ്പിൻ്റെ. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു MLA പോലും ഇല്ലാത്ത BJP കേരളത്തിൽ 4 MLA 1 MP എത്ര സന്നഹമാണ്. അത്രയൊന്നും ഞാൻ പറയുന്നില്ല, അത് പിന്നെ ദേശീയ പാർട്ടിയാണ്, വലിയ സന്നഹമാണ്. അറ്റ്ലീസ്റ്റ് ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസെങ്കിലും മുസ്ലിം ലീഗിന് ഉണ്ടാക്കാൻ സാധിച്ചില്ലേ? ചിന്തിച്ചു. ഇത്ര വർഷം വരുന്നത് കോടികൾക്ക് അമ്മാനമായിട്ട് കാടി. പലവരും സ്ത്രീകൾക്കും, മുസ്ലിം അല്ലാത്ത പല സ്ത്രീകളും ചെന്ന് കല്യാണത്തിന് ചോദിച്ചാൽ 50,000 1 ലക്ഷം ഇബ്രാഹിം സാഹിബിനെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയും ഞാൻ തന്നാൽ പറയണ്ടെന്ന് പറയും. ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ പണം മുടക്കിയ ആള് ഒരു പാർട്ടി ഓഫീസ്, നെറ്റ് കംപ്ലൈൻറ്റ് വല്ലതും ഉണ്ടാവും വഴി, ഒരു പാർട്ടി ഓഫീസ് തുടങ്ങാൻ പാടില്ല, അതിന് ഉപദേശിക്കാൻ പാടില്ല. അതൊക്കെ ഒരു വീഴ്ചയല്ലേ? എന്തെങ്കിലും ആകട്ടെ, മുസ്തഫ ഇബ്രാഹിം സാഹിബിനെ മറ്റുള്ളവർ പറയുമ്പോഴുള്ള കുഴപ്പമില്ല. അദ്ദേഹത്തിൻ്റെ രക്തം കൂട്ടിച്ച് LDFിനെ കർണാടകയിൽ ജയിക്കാൻ വേണ്ടി മാത്രം തട്ടിക്കൂട്ടിയ ഒരു വൻ തട്ടിപ്പായിരുന്നത്. പക്ഷെ അത് ഈ ബുദ്ധിയില്ലാത്ത ലീഗുകാർക്കോ അല്ലെങ്കിൽ UDFിനോ മനസ്സിലാക്കാൻ പറ്റില്ല. UDF കണ്ടടിച്ച്, കോൺഗ്രസ് കണ്ടടിച്ച്, ലീഗിൽ ഒരു ഗ്രൂപ്പ് കണ്ടടിച്ച്, അവരും അടി കിട്ടണമെന്നു. വലിയ വിദ്യാഭ്യാസത്തിലെ ആളാണ്. അദ്ദേഹത്തെ ആത്മാർത്ഥത്തോടും കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ നോമിനി ആയതുകൊണ്ടും പിടിച്ചതെന്നാണ്. അപ്പോൾ ഒരു വിങ് നല്ല ശക്തി എതിരാണ്. അങ്ങനെയാണ് കാണുന്നത്. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ഇബ്രാഹിമിൻ്റെ മകൻ തോൽപ്പിക്കും മുസ്ലിം ലീഗോ അല്ലെങ്കിൽ UDFിലെ വിഭാഗമാണ്. ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ തൃക്കാക്കര കാക്കരാണെന്ന് പറയുന്നുണ്ട്, പോട്ടെ, തൃക്കാക്കര മണ്ഡലത്തിൽ PT തോമസ് ജയിച്ചില്ലേ? അവിടെ 6000 വോട്ട് PT തോമസ് കൊടുത്തുകൊണ്ട്
അവർ 6000 കോൺഗ്രസ് വോട്ട് UDF വോട്ട് LDF കൊടുത്ത് ഒരു ഒരു ഗിവ് ആൻഡ് ടേക്ക് നടന്നു. ഇപ്പോൾ നടക്കാൻ പോണ്. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ എടുക്കാതെ ചിലപ്പോൾ ഉമ്മയ്ക്ക് ഇത്ര കൂടുതൽ സീറ്റ് കിട്ടിയത്. അവിടെ ഈ CPM ആയിട്ട് ബന്ധമുള്ള ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ പേരും എല്ലാം ചെയ്ത് ചുമലെത്തിയതാണ്. ഉടനെ ലിസി ഹോസ്പിറ്റലിൽ ഉണ്ടായത് ഡോക്ടറെ പിടിച്ച് പാർട്ടിയാക്കി. എന്നറിയോ, അവിടെ ഉമ്മ ജയിക്കണം ബഹുഭൂരിഷ്ടത്തിൽ. അവിടെ CPM കരുവാക്കി, അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിയെ കരുവാക്കി വോട്ട് കൂടുതൽ കിട്ടി. കാരണം ഇനി അടുത്ത ഇലക്ഷനിൽ കളമശ്ശേരിയിൽ നിൽക്കുമ്പോൾ സതീശന് പിന്നത് രാജുവിന് ഇനിയും വേണം അഡ്ജസ്റ്റ്മെന്റ്, അടവ് നയം. ഞാൻ അതൊക്കെ കുറ്റമെന്ന് പറയില്ല. പക്ഷേ ആ അടിയൊഴുക്കുകൾ കാണാൻ UDF ലീഗിനോ സാധിക്കാതെ പോയി എന്ന കാര്യത്താണ് ഇരിക്കുന്നതാണ് തെറ്റ്. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഞാൻ കുറ്റം പറയില്ല. അടവ് നയം ജയിക്കാൻ വേണ്ടി പല തന്ത്രയും. യുദ്ധത്തിലും പ്രേമത്തിലും തെരഞ്ഞെടുപ്പിലും തന്ത്രം മാത്രമാണ്, ന്യായോ യുക്തിയൊന്നുമല്ല. തന്ത്രം മാത്രമാണ്. ജയിക്കുക എന്നുള്ളതാണ്. അവിടെ ഏത് അടവ് ഉപയോഗിക്കും? അടവ് മറുപക്ഷം ചെയ്യണം. അത് ചെയ്തില്ല. ഇതൊക്കെയാണ് കാരണം. പാവം നിരാശരും ആയി രോഗം വന്ന് ഉമ്മൻചാണ്ടി അകാലത്ത് ചരമ്പെടുത്തതാ ആ PC തോമസ് ആ പ്രചരണം ഉണ്ടാക്കിയിട്ട. ഒരു മനുഷ്യന്റെ മനസ്സിൽ താകാവുന്ന ലിമിറ്റ് ഉണ്ട്. അതും വലിയ വലിയ ആൾക്കാർ ഏറ്റവും ഉയർത്തി ചാടി അത്ര അപകടം വീണ അത്ര അപകടം പറ്റുമ്പോഴാണ് ഏറ്റവും ഉയർത്തിയുള്ള ഉമ്മൻചാണ്ടി. ആ കേസ് ഒന്നുകൊണ്ട് പുള്ളിയുടെ എല്ലാ പ്രതിരോധ ശേഷിയും ശരീരത്തിന് പോയി. അതാണ് ക്യാൻസർ അത് പെട്ടെന്ന് അറ്റാക്കിയത്. അല്ലെങ്കിൽ കുറെ കാലം ജീവിച്ചാൽ. ഇബ്രാഹിമിന് അത് തന്നെയാണ്, മാനസികമായിട്ട് ശാരീരികമായിട്ട് തകർത്ത് കളഞ്ഞു. അത്രമാത്രം വലിയൊരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ പിന്നെ മനഃശാസ്ത്രജ്ഞനോ അല്ലല്ലോ പിടിച്ചേൽക്കാം. എന്തും പറ്റേ വളർത്തുക. അങ്ങനെ ഒരു സാധാരണ മനുഷ്യല്ലേ. അത് താങ്ങനെ പറ്റാതെ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടുകൊണ്ട് ഇത്ര അപകടം പറ്റിയത്. അതുകൊണ്ട് മരണത്തിന്റെ രുചി അറിയാതെ ഒരാളും ഈ ലോകത്തുനിന്ന് പിരിയില്ല എന്ന് പറയുന്ന ആപ്തവാക്യം, ആ തത്വം ഉണ്ടല്ലോ, ആ ഫിലോസഫി ഉണ്ടല്ലോ, അത് വെച്ച് ഞങ്ങൾ വീണ്ടും പറയാണ്, ഇതിനൊക്കെ എന്താണ് അനുഭവിക്കാതെ ആരും പോകില്ല. അത് വേണ്ടി ശ്രമിച്ച ആരായാലും, പ്രതിപക്ഷമായാലും ഇടതുപക്ഷമായാലും ഏത് പക്ഷമായാലും അവരെല്ലാം അനുഭവിച്ച് ഇവിടുന്ന് പോകുള്ളൂ. ഒരു സംശയക്കാത്തില്ല. അത് അങ്ങനെയാട്ടെ. കാരണം അത്ര കണ്ട് മോശമായിട്ട് പോകണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നലെ ഞാൻ പറഞ്ഞ് അത് കേട്ട് പലരും പല രീതിയിലും വ്യാഖ്യാനിച്ച്. ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞു, വെള്ളാപ്പള്ളിയെ തകർക്കുന്നതിലും പിണറായി സഖാവ് ഇപ്പോഴുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർക്കുന്നവർക്കും നമുക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം ഇവരെല്ലാം ഇന്ത്യയിൽ സാമൂഹിക നീതി പ്രവർത്തിക്കേണ്ട ആൾക്കാരും ശക്തിയും സന്നാഹവും ആൾക്കൂട്ടാണ്. അവർ തകർക്കുന്നത് 90% വരുന്ന ഇന്ത്യയിൽ കേരളത്തെ പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങൾ. കേരളത്തിലാണെങ്കിൽ ഒരു 20%, ഒരു 10% മുന്നോക്ക ക്രിസ്ത്യാനി, 10% നായർ, 20% പോട്ടെ. ബാക്കി 80% അവർ എത്ര ഏകോദര സഹോദരന്മാരെ പോലെ ഒരുമിച്ച് പ്രവർത്തിച്ചാണ്, ഒരേ തൂവൽ പക്ഷികളായിട്ട്. പണ്ട് CH കാലത്തും രാഘവൻ വക്കീലിന്റെ കാലത്തും ഗൗരിയമ്മയുടെ കാലത്തൊക്കെ അതെല്ലാം തകർത്തില്ലേ. ഇന്നിപ്പോൾ പിന്നോക്ക വിഭാഗമായ പിന്നെ പ്രബല സമുദായമായ ഈഴവരും മുസ്ലിങ്ങളും തമ്മിൽ ലീഗ് എന്ന് പറയെങ്കിലും ജാതീയമായിട്ട് തന്നെ വളരെ മാറ്റം വരുത്തിയിരിക്കുകയാണ്. മനസ്സിലേക്ക് കയറുന്ന ഇങ്ങനെ വ്യത്യസ്തമായ തെറ്റുകളില്ലേ. ഒരു വിഭാഗം ന്യൂനപക്ഷങ്ങൾ അവർക്ക് അനുകൂലമായിട്ട് അവരെ ആൾക്കാർ വായിക്കും, ഭൂരിപക്ഷം ഇങ്ങനെ വായിക്കും. രണ്ടും മനസ്സില്ലേ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, മൊയ്തീൻ ഷാ പറയാണ്, ഇത് പിന്നെ പ്രവചനമൊന്നുമില്ല. പണ്ട് അണികളുടെ ഇടയിലായിരുന്നു ഈ ഗ്രൂപ്പ് വ്യത്യാസം, ഈ സംഗീത മനോഹമൊക്കെ. അന്ന് അവരിൽ നിന്ന് മാറ്റി നിർത്താൻ നേതാക്കൾ ഉയരുകയായിരുന്നു. ഇത് നേതാക്കളിടയിൽ പോലും ഞാൻ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ ചാലിക്കൊള്ള സംഭാഷണവും പ്രചരണവും ആയിരക്കണക്കിന് ഗ്രൂപ്പുകളാണ് ഇങ്ങനെ സംഘർഷാത്മകമായ രീതിയിൽ മെസ്സേജ് കൊടുത്ത് കൈമാറുന്നത്. ആയിരക്കണക്കിന്, 1-2 അല്ലെങ്കിൽ BJPക്ക് എന്ന സംഘപരിവാറിന്റെ കീഴിൽ ആയിരക്കണക്കിന് ഇങ്ങനെ ഈ ദുരുദ്ദേശം അല്ലെങ്കിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന ആള് പണം കൊടുത്തൊക്കെ. ഇന്നൊരു സൗദി അറേബ്യയിലെ ബെന്നി കേട്ടോ പറഞ്ഞിട്ട് ഒരുത്തൻ റിയാദിൽ ബെന്നി അവനാ പിന്നെ വാഹനം അവിടുത്തെ മരിച്ച കുട്ടികളെ കുറിച്ചിട്ട് പിന്നെ അത് കുറിച്ച് പറഞ്ഞ് മോശമായിട്ട് അത് പരാതിപ്പെട്ട് സൗദി അറേബ്യൻ ജയിലിലാണ് ഇപ്പോൾ. നമ്മൾ അന്യനാട്ടിൽ പോകുന്നു ജീവിക്കാൻ വേണ്ടി. മക്കളെയും നമ്മുടെ ഭാര്യ അച്ഛനമ്മയെ ഓർത്ത് അവിടെ പണിയെടുത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവിച്ച് 10 പൈസ കൊടുന്ന് ജീവിക്കുന്നത്. അറബികളുടെ പണം കൊണ്ടാണ് കേരളത്തിൽ, ഇന്ത്യയിലുണ്ട്, മൊത്തത്തിൽ കേരളത്തിൽ ഒരു നല്ല ചായ കുടിക്കണമെങ്കിൽ അറബിയുടെ പണമാണ്.
ഒരു നല്ല ഡ്രസ്സ് ഉണ്ടെങ്കിൽ അറബിയുടെ പണമാണ്. ഒരു മകളുടെ കല്യാണം കഴിച്ചിട്ട് അറബിയുടെ പണമാണ്. കുറച്ച് പണം ഈ യൂറോപ്യൻ കൺട്രീസ്, ഇറ്റലി, ജർമ്മനി, അമേരിക്ക വരുന്നില്ല, വളരെ കുറച്ചുള്ളൂ. ബാക്കി 90% പേരും ഈ ഗൾഫ് പണം കൊണ്ടാണ്. എന്നിട്ട് അവൻ്റെ പണം വാങ്ങിച്ചിട്ട് ഇവിടെ ആസ്വദിച്ച് സമ്പന്നന്മാരെയും മണിമാളി ജീവിക്കുമ്പോഴേ അറബികളെ പുച്ഛമാണ്. അതെന്ത് പോയാട്ടെ. പക്ഷെ നാട്ടിൽ പോയി അവൻ്റെ നാട്ടിൽ പോയിട്ട് അവിടെ പണിയെടുക്കുമ്പോൾ ഇതൊക്കെ പറയാമോ? ഇനി അവനെയൊക്കെ അകത്ത് പുറത്ത് വഴി എന്തായിരിക്കും പ്രശ്നം? ആ കുടുംബം വഴിയാതറിയില്ലേ? നിങ്ങൾ നമ്മുടെ രാജ്യത്തിരുന്ന് എന്തെങ്കിലും പ്രതിഷേധം പറയുമോ? അത് രാജ്യം നോക്കട്ടെ. അന്യ നാട്ടിൽ ജീവിക്കാൻ പോയിട്ട് ഇതുപോലെ വൃത്തികൾ പറഞ്ഞാൽ അറിയില്ലേ? പ്രതിയാകത്തിട്ടേക്കാണ് എത്ര നാളത്തേത്. അങ്ങനെയാണ് കേരളത്തിലെ അവസ്ഥ. പക്ഷെ ഇത്തരത്തിൽ ഈ മാറാട് കലാപത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകാതെ അല്ലെങ്കിൽ പുറത്ത് വരാത്ത ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരുന്നു. അതൊക്കെ മറന്നുപോയ അധ്യായമാണ്, മറക്കാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് ഉണർത്തിക്കൊണ്ട് പിന്നെ സത്യം പറയണ്ടേ. രണ്ടാം മാറാടിനെ കുറിച്ചാണ് പറയുന്നുള്ളൂ ആൾക്കാർ. ഒന്നാം മാറാടോടെ എന്താണ് ഒന്നാം മാറാടിൽ അവിടെ മുക്കുമാരും മുസ്ലിം തമ്മിൽ രണ്ട് കൂട്ടർ തമ്മിൽ എന്തോ തർക്കമുണ്ടായി, വിഷയമുണ്ടായി, രണ്ടുപേരെ കൊലപ്പെടുത്തി മറ്റോ ചെയ്ത് അവരെ അവർ മുസ്ലിങ്ങളെ കൊലപ്പെടുത്തി. അവർ ചെയ്യാൻ പോലും സമ്മതിക്കാതെ സംഘപരിവാർ കാവലെന്തപ്പോഴേ അബൂബക്കർ എന്നയാള് ചരിത്രത്തിലെടുത്ത് അബൂബക്കർ എന്നയാള് നല്ല ആരോഗ്യവാനും നല്ല ശക്തി കുഴപ്പക്കാരനോ അല്ലെങ്കിൽ വർഗീയ പാർട്ടിയൊന്നുമില്ല. ആ അത്യാവശ്യത്തിൽ സഹായിച്ചാണ് സമുദായത്തെ. കബർ കളിച്ച് ചെയ്യാൻ ശ്രമിച്ചു പോയി ആ കബറിൽ ഇട്ട് കൊന്നു മൂടിയില്ലേ? അതിനെ പ്രതികാരം തീർക്കാൻ വേണ്ടി ആ അബൂബക്കറിന്റെ മക്കൾ കൂടെ ജയിൽക്ക് ചേർത്തതാണ് പാവപ്പെട്ട 6 പേരെ കൊന്ന്. അത് ഒരു കാരണവശാൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല കൊന്ന്. എങ്കിലും പ്രതികാര ദാഹം തീർത്തു. അതിൽ സമുദായമായിട്ട് ഒരു ബന്ധമില്ല. അതിന് സമുദായമാക്കി വർഗീയതയിലേക്ക് മാറ്റിയെടുത്തതിലേക്ക് കമ്മ്യൂണിസ്റ്റ് വർഗീയം എല്ലാവർക്കും പങ്കില്ലേ. അങ്ങനെ ഭീമാപ്പള്ളി വെടിവയ്പ് തിരിഞ്ഞോടിപ്പോയ ആൾക്കാരല്ലേ പുറകിൽ നിന്ന് വെടിവെച്ച് പോലീസ് വന്നത്. പുറകിൽ നിന്ന് വെടിവെച്ച് അതിനർത്ഥം ഓടിപ്പോകുന്നവരല്ലേ. അതുപോലെ പൂന്തറ കലാപം, തലശ്ശേരി കലാപം, എത്ര കലാപങ്ങൾ കേരളത്തിലുണ്ട്. അതിലേക്ക് സത്യാവസ്ഥ വരട്ടെ. ഏതിലും പത്തോളൂ. ഇവിടെ പാലക്കാട് കളിച്ചുകൊണ്ട 13 വയസ്സുകാര് വെടിവെച്ചു വന്ന കേസ്. അങ്ങനെ നിരന്തരമായിട്ട് ഇതൊക്കെ പറഞ്ഞ് വെറുതെ ചെറുങ്ങനെ വെണ്ണാക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ മിണ്ടാതിരിക്കണം. പക്ഷെ ഇതിപ്പോൾ പറയേണ്ടി വരുന്നു. കാരണം വെച്ചാൽ ആവർത്തിക്കുമ്പോൾ എങ്ങനെ പറയാതിരിക്കും? നമ്മളും മനുഷ്യവർഗത്തിൽ പെട്ടുപോയില്ലേ? പ്രത്യേകിച്ച് ന്യൂനപക്ഷവർഗത്തിൽ പെട്ടുപോയില്ലേ? മുസ്ലിം സമുദായം പെട്ടുപോയില്ലേ? അപ്പോൾ നമ്മൾ കുറേയൊക്കെ തുറന്ന് പറയണ്ടേ? ഞാൻ മുസ്ലിങ്ങളെ കുറിച്ചൊന്നും അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ആളല്ലായിരുന്നു. ഒരു സമുദായത്തെക്കുറിച്ച് എടുത്തു പറയുന്ന ആളല്ല. നമ്മൾ പിന്നോക്കത്തിൽ ന്യൂനപക്ഷം എന്ന പ്രയോഗമുണ്ട്, അതുണ്ട്, അത് പഠനമുണ്ട്. അതിൽ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ നമ്മൾ പറയാറില്ല. പക്ഷെ ഞാൻ പോലും അല്ലെങ്കിൽ മൊയ്തീൻ ഷാ പോലും ഇപ്പം മുസ്ലിം എന്ന വാക്ക് ആവശ്യത്തിൽ പ്രയോഗിക്കുന്നു. എന്ത് കാരണം? എന്നെ കൂടി ചെയ്യിക്കണം. കാരണം അനീതി കാണുമ്പോൾ അതിന് പ്രതികരിക്കണ്ടേ? അത് വേണ്ട രീതിയിൽ പ്രതികരിക്കാതിരിക്കുമ്പോൾ അതിന് ബോധവുമുള്ള നമ്മളെ പുള്ളി പ്രതികരിക്കണ്ടേ? അങ്ങനെ പ്രതികരിക്കുന്ന കൂട്ടത്തിലാണ് മുസ്ലിം എന്ന വാക്ക് വരുന്നത്. ലോകത്ത് നടക്കുന്നത്, ഇന്ത്യയിൽ നടക്കുന്നത്, കേരളത്തിൽ നടക്കുന്നതെല്ലാം ന്യായവും മര്യാദയല്ല. അത് സ്വതന്ത്രമായ രാഷ്ട്രത്തിൽ നിന്ന് വിദേശ പട്ടാളം വന്ന് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ കൊണ്ടതൊക്കെ എന്ത് ന്യായമാണ്? ഇറാഖിൽ നശീകരണ ആയുധമുണ്ടെന്ന് പറഞ്ഞ് ഇറാഖ് പട്ടാളം എന്ന് പറഞ്ഞാൽ ലോകത്ത് 1-ാം പട്ടാളം തോൽപ്പിക്കുക ഒരു ശക്തി സാധ്യതയെന്ന് പറഞ്ഞാൽ അമേരിക്കയോട് പോഴ്ത്തി പറഞ്ഞിട്ട് അവസാനമാണ് ഉഴുതു മറിച്ച് ഇറാഖ് കൈയടക്കി. ഇപ്പം ഇറാനെ കുറിച്ച് പ്രചരണം ഭയങ്കര ശക്തിയാണെന്നൊക്കെയാണ്. ആയിരിക്കാം, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവസാനം ഒരു മാരകമായൊരു യുദ്ധമൊക്കെ വരാണെങ്കിൽ ആ പൊടി പോലും ഉണ്ടാവില്ലെങ്കിൽ മറ്റു ഇറാഖായി സംഭവിച്ചോല്ലേ? എന്താ നമ്മൾ കാണിക്കുന്നത്? ലോകത്ത് നടക്കുന്നത് നീതിയിൽ എന്തെങ്കിലും അംശമുണ്ടോ? വൈകി ഉദിക്കുന്ന ബുദ്ധി മണ്ടത്ത് തുല്യമാണെന്ന് പറയുമ്പോൾ വൈകി ലഭിക്കുന്ന നീതിയുടെ തുല്യമാണ്. നമുക്ക് കോടതിയിൽ നിന്ന് നീതി ലഭിക്കാൻ താമസമൊന്നും അതാ കിട്ടാതെ അത് വൈകി വരും. അപ്പോൾ വൈകി കിട്ടുന്ന നീതിയുടെ തുല്യം തന്നെയാണെന്ന് ശാസ്ത്രം പറയുന്നത്, അല്ലെങ്കിൽ മനഃശാസ്ത്രം പറയുന്നത്. ഇതൊക്കെ ഒരു വസ്തുവിൽ നടക്കുക, മറുവസ്തുവിയോ അഴിമതി ഉത്തരങ്ങായിട്ട്. ഇപ്പോൾ മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ അതേ മരിച്ചു ഇന്നലെ. അദ്ദേഹം മരിച്ചിട്ട് ആരാണ് ഒരു 10-50 പേരുടെ കൂടി ഒരു സ്വീകരണമൊന്നും ഇല്ലാതെ മാനവരില്ലാതെ അദ്ദേഹം പറഞ്ഞതാണ് മാനവരാശിയുടെ നിലനിൽപ്പിന് ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് ഉണർത്തിച്ചിട്ട്
ആ റിപ്പോർട്ടിൽ കാറ്റിപ്പത്തോട് വേറൊരു സഭയ്ക്ക് വേണ്ടിയും കേരളത്തിലെ ഒരുപടി സമ്പന്ന സവർണ്ണ വർഗത്തിന് വേണ്ടിയും പുതിയൊരു കമ്മീഷൻ വെച്ച് ആ കമ്മീഷൻ പറഞ്ഞ് അതൊക്കെ കുഴപ്പമില്ലാതെ ഇതിപ്പോൾ ഭൂകമ്പണ്ടില്ല മണ്ണിടിച്ചിൽ കണ്ടയില്ലേ. അങ്ങനെ ഭൂമി മുഴുവൻ കൈയേറി, വനം ഭൂമി കൈയേറിയിട്ട് അവിടെ ഗ്രാമീണ ഒരു മേഖലയാക്കി. പിന്നെ അപ്പോൾ മൃഗങ്ങൾക്ക്, കാട്ടുമൃഗങ്ങൾക്ക്, വന്യമൃഗങ്ങൾക്ക് ജീവിക്കണ്ടേ? അവർക്ക് വേണം ജീവിക്കാൻ പറ്റുമോ? അവർക്ക് നമ്മുടെ കക്കൂസിൽ അപ്പിടാൻ പറ്റുമോ? അപ്പോൾ അവർക്ക് അധിവസിക്കേണ്ട ഭൂമിയെല്ലാം സഭയുടെ ആൾക്കാരും കേരള കോൺഗ്രസ് മന്ത്രിമാരും മറ്റു മന്ത്രിമാരൊക്കെ ചേർന്ന് പതിച്ചു കൊടുത്ത്. എന്നാൽ ഇതിൽ എത്ര ഏക്കർ സ്ഥലം ഇന്ത്യൻ മണ്ണിൻ്റെ ഉടമകളായ ആദിവാസികൾക്കോ ജാതിക്കോ പട്ടികവർഗത്തോ കിട്ടിയിട്ടുണ്ട്. അവർക്ക് കിട്ടിയ സ്ഥലം മുഴുവൻ കള്ളും കഞ്ചാവും അക്കാബീജും കൊടുത്ത് കൈവശപ്പെടുത്തിയില്ലേ? എത്ര സ്ഥലങ്ങൾ. അവരിന്നും വഴിയാധാരമാണ്, അവരിന്ന് കോളനിയിലാണ്, അവർക്ക് അവകാശങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇന്നൊരാൾ പറഞ്ഞു അവർക്ക് ഇതിന് പിന്നെ സ്ഥാനമാനങ്ങൾ വേണം. അത് പറയരുത്. കേരളത്തിൽ 12% ആകെ ഉള്ളത്, ഇപ്പോൾ 10 അത് അവർക്ക് 12% കൂടി റിസർവേഷൻ കൊണ്ടാണ് ഈ MLA-മാരൊക്കെ 10-24 MLA-മാർ വരുന്നത്. 140, 12, 24 MLA-മാർ വരുന്നത് ആ റിസർവേഷൻ കൊണ്ടാണ്. MP അതുപോലെയാണ്, മന്ത്രിസ്ഥാനം അതുപോലെയാണ്. അതിൽ കുഴപ്പമില്ല, ജോലിയിലും അത് കിട്ടുന്നുണ്ട്. പക്ഷെ എങ്കിലും അവർക്ക് മാന്യമായ ഒരു അംഗീകാരം അവസരം കിട്ടുന്നില്ല, സത്യമാണ്. ഇത് പറയുമ്പോൾ ഭൂപരിഷ്കരണ നിയമം ഉണ്ടാക്കി നമ്മുടെ ഇടതുപക്ഷ അല്ലെങ്കിൽ EMS സർക്കാർ എന്ന് പറയാൻ ഗൗരിയമ്മ ഉണ്ടാക്കി, അത് ആന്റണി ഉണ്ടാക്കി, അതിലെല്ലാം പോരാക്കിയിട്ട് ആന്റണി ഉണ്ടാക്കിയ ഭൂപരിഷ്കരണ നിയമത്തിൽ എന്താണെന്നറിയോ? ആ കൃഷിസ്ഥലത്തെ മത്സ്യവും തവളയൊക്കെ പിടിക്കാൻ ജന്മികാവകാശം. അത് കൃഷി ചെയ്യുന്ന ആൾക്ക് കർഷകനില്ല. പക്ഷെ അത് കഴിഞ്ഞ് പിന്നീട് ഗൗരിയമ്മ ഒരു ബില്ല് കൊണ്ടുവന്നു, പരിഷ്കരിച്ച ബില്ല്. ആ ബില്ലാണ് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കൊണ്ടത്. അതൊക്കെയാണ് ആന്റണിയുടെ അന്നത്തെ സ്വഭാവം പറയാണ്. അപ്പോൾ എങ്ങനെ വരുമ്പോൾ ഇതിനൊക്കെ ആര് ചെയ്യും? ആര് പ്രതികാരം ചെയ്യും? ആര് പരിഹാരം കാണും? ഒന്നുമില്ല. ഈ വാക്കുകൊണ്ട് കസത്ത് കളിക്കല്ലാതെ കേരളത്തിലെ മണ്ണിൻ്റെ ഉടമകൾക്ക്, യഥാർത്ഥ അവകാശികൾക്ക് ഇന്നും അവർക്ക് നീതി അകൽ തന്നെയാണ്, അല്ല ഒരു സംശയമില്ല. ഇന്നിപ്പോൾ ഒരു സംഭവം, ഈ സ്വബോധമുള്ള രാഷ്ട്രീയ നേതാക്കളെ, സമാജ നേതാക്കളെ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി പറയാണ്. BJP ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ആസാമിൽ 40% മുസ്ലിങ്ങളാണ്. ആ 40% മുസ്ലിങ്ങൾ ആസാമിൽ നിന്ന് ആസായി, ഒന്നുമല്ലായി. അതുപോലെ 33% മുസ്ലിങ്ങളുള്ള കേരളത്തിൽ എന്താണ് ഈ BJP പിടിക്കാൻ പ്രയാസം? അതാണ് BJP കണക്കൂട്ടുന്നത്. ഷാദിയിൽ ഒരു അപകടമുണ്ട് BJP, അത് മനസ്സിലാക്കണം. അവിടെ കോൺഗ്രസ് കാണിച്ച മണ്ടത്തരമാണ്. മുസ്ലിം സമുദായത്തിൽ ഒരു നേതാവ് ഒരു പാർട്ടി ഉണ്ടാക്കിയപ്പോൾ അതിന് കോൺഗ്രസ് ആയിട്ട് ചേർന്ന് യോജിച്ചു പോകാൻ ആം ആദ്മി പാർട്ടി കോൺഗ്രസും ഡൽഹിയിൽ പിണങ്ങിയതുപോലെ, പഞ്ചാബിൽ പിണങ്ങിയതുപോലെ, പിന്നെ ബീഹാറിൽ പിണങ്ങിയതുപോലെ അങ്ങനെ പിണങ്ങിക്കൊണ്ട് BJP ജയിച്ചാണ്. പക്ഷെ അവിടെ കോൺഗ്രസും ഈ പറഞ്ഞ 40% ഉടമകളായ അവകാശികളായ ഒരു പാർട്ടി, മുസ്ലിമിൻ്റെ പേരുണ്ടായില്ല, ജാതി ഉണ്ടായില്ല, ദേശീയ പാർട്ടി ഉണ്ടാക്കി, ദേശീയ ദാല പാർട്ടി ഉണ്ടാക്കിയിട്ട് മുന്നണി ചെന്നപ്പോഴേ കോൺഗ്രസിലെ പ്രസിഡന്റ് പറഞ്ഞറിയോ? വേണ്ട 60% ഹിന്ദുക്കളുടെ രാജ്യത്ത് 40% മുസ്ലിങ്ങളുടെ കൂടെ കൂടിയാൽ ഞങ്ങൾ ജയിക്കില്ല എന്ന് പറഞ്ഞ് ചേർത്തില്ല. ഞാൻ ആ സംസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് ഞാൻ കുറ്റപ്പെടുത്തില്ല, അവർക്ക് അനുഭവമില്ലായിരിക്കാം. പക്ഷെ അനുഭവമുള്ള ഒരാൾ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഈ അന്തോണി സാറിനോട് ദേഷ്യപ്പെടുന്നത്. അദ്ദേഹം 40% ഡൽഹിയിൽ നിന്ന് സോണിയാഗാന്ധിയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായി 40 വർഷത്തോളം ഉണ്ടായി. കോൺഗ്രസ് നശിപ്പിച്ച് BJP കയ്യിൽ കൊടുത്തിട്ട് പിന്നെ പുള്ളി പോകുന്നത്. ഇപ്പം മകനെ കൊടുത്ത് ഇപ്പോഴും പറ്റി നടക്കുന്നുണ്ട്. എടുത്ത കാര്യം ഇപ്പോഴും ആരുടെ കാര്യം പറയും, കോൺഗ്രസ്സുകാർ ഇപ്പോഴും ഉമ്മത്ത് പോലെയാകുന്നുണ്ട്. എന്താ ചെയ്ത മനുഷ്യൻ? കഴിഞ്ഞ 40 വർഷം ഡൽഹി പോയി എന്നിട്ട് BJPയുടെ കയ്യിൽ ഓരോ സംസ്ഥാനം കൊടുത്തു. അല്ലെങ്കിൽ ആസാമിൽ പറയണ്ടേ, നിങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ മറ്റേ ദേശീയ ഞങ്ങൾ താഴെയാണല്ലോ, നിങ്ങൾക്ക് വന്ന ഒരു കാര്യം പറയണ്ട, എന്താണ് അവിടെ ആ പാർട്ടിയെ നിങ്ങൾ സഖ്യം ഉണ്ടാക്കണം. അയ്യോ അങ്ങനെയല്ല സാർ, ഞങ്ങൾ 60% ഉള്ളു, മറ്റു 40%. അതല്ലടോ, അന്ന് 25% പോലും മുസ്ലിം ഇല്ലാത്ത സമയത്ത് കേരളത്തിൽ ഞങ്ങൾ 67 വർഷക്കാലം 67% സ്ഥലം ഞങ്ങൾ ഭരണത്തിലായത്. ഇപ്പോൾ ചോദിച്ചു വെക്കാണ് വർഷങ്ങളായിട്ട്. അത് മുസ്ലിം എന്ന ജാതി പാർട്ടി തന്നെ, മുസ്ലിം എന്ന ജാതി പാർട്ടി പേരുന്നുണ്ട്, വർഗീയ പാർട്ടി എന്നല്ല, ജാതി പാർട്ടി.
അപ്പോൾ ഈ അന്തോണിക്ക് പറയണ്ടേ നിങ്ങൾ അങ്ങനെ ഇതാക്കിയായ നിങ്ങൾ അവിടെ നിന്ന് BJP ഭരിക്കുമോ? ഇല്ല. അപ്പോൾ ഇവരുടെ എല്ലാം ഉള്ളിൽ ഇപ്പോൾ അന്തോണി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പല നേതാക്കളെയും കമ്മ്യൂണിസ്റ്റ് പല നേതാക്കളെയും മറ്റ് പല നേതാക്കളെയും ഉള്ളിലിരിപ്പ് എനിക്ക് അല്ലെങ്കിൽ നിനക്ക്. നീ ഇതുകൊണ്ട് ആരെയാണ് പണ്ട് EMS പുസ്തകമുണ്ട് വേദങ്ങൾ നാട്, അതിൽ 33-ാമത്തെ പേജിലെ 4-5 വരികൾ ഇങ്ങനെ പറഞ്ഞില്ലേ, എങ്കിലും അവരും വിദേശിയായിരുന്നു. ഈ അവരും എന്ന് പറഞ്ഞ ആരാണ്? ഇവിടുത്തെ സവർണ ആര്യന്മാർ. അതുപോലെ ഈ എനിക്കല്ലെങ്കിൽ നിൽക്കുന്നവ നീ എന്ന് പറഞ്ഞാൽ അവരും BJP ആണ്. കണ്ടില്ലടോ ന്യൂനപക്ഷങ്ങളെ പിന്നോക്ക ദളിതരെ എന്താണ് ഇവരെ ഉള്ളിരിപ്പ്? ഇത്രയും പരസ്യമായിട്ട് വെള്ളപ്പള്ളി പറയിപ്പിച്ചിട്ട് കോൺഗ്രസ് പോലും വേണ്ടത്ര പ്രതികരണം ചെയ്യുന്നില്ല. ഇന്ന് രമേശ് ചെന്നിത്തല മറുപടിയൊക്കെ കാണുമ്പോണ്ടല്ലോ അതൊക്കെ ഒന്ന് ഉരുണ്ട് കളിക്കുകയാണ്. എല്ലാവരും ഉദ്ദേശിതാണ് എനിക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റുമെങ്കിൽ കോൺഗ്രസിന്റെ മുന്നണി വരട്ടെ, എനിക്കത് കിട്ടിയില്ലെങ്കിൽ അവർ വരട്ടെ. അങ്ങനെ കപട മതവിശ്വാസികളെ പോലെ കപട ആദർശ വിശ്വാസികളാണ് UDF പല നേതാക്കളും. LDF പറയാനുണ്ട്. ഈ സഖാവ് ബാലന്റെ ഭാര്യയാണ് ഒരു മുന്നോക്ക സ്ത്രീയാണ്, നായക സ്ത്രീയാന്ന് മുന്നോക്ക സ്ത്രീയാണ്. അവർ കല്യാണം കുറ്റാകുന്നില്ല. ബാല ഇത്രയും സവർണന് വേണ്ടി വാദിക്കാൻ നിൽക്കുന്നു, ഇത്രയും വർഗീയമായിട്ട് ചിന്തിക്കുന്നു. അവർക്ക് വേറെ മാർഗമില്ല. ഞാൻ ഈ കെ മുരളീധരൻ്റെ കാര്യം പറയുമ്പോഴേ, മുരളീധരൻ ആരാണ് KPCC വേണ്ടി വക്താവാൻ? അതുപോലെ ബാലൻ ആരാണ് ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല പലരും ചോദിച്ചു ബാലൻ ആരാണ് ഇങ്ങനെ പ്രതികരിക്കുക? ഇതിപ്പോൾ ആരാണ് ബാലൻ? ഒരു മുൻമന്ത്രി വേറെ ഉണ്ടോ? മുൻമന്ത്രിക്ക് പ്രതികരിക്കുന്ന ആരുണ്ടോ? ഇവിടെ സെക്രട്ടറി ഉണ്ട്, അല്ലെങ്കിൽ മുന്നണിയുടെ ആളുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉണ്ട്. അവരല്ലേ പ്രതികരിക്കുന്നുണ്ട്. ബാലൻ തന്നെ പ്രതികരിക്കും. അപ്പം ഇതിൻ്റെ അർത്ഥം തനിക്കാക്കി വെടുക്കാക്കാന്ന് പറയും പോലെ ഒരു ഒന്നുകാണ്. അപ്പം ഇതിൻ്റെ ഉദ്ദേശം കോൺഗ്രസിൽ ചിലവർക്ക് UDF വരുന്ന ആഗ്രഹമുണ്ട്. UDF ചിലവർക്ക് അവർ കമ്മ്യൂണിസ്റ്റ് ചിലർക്ക് ഇനി ഒരു കാരണവശാലും പിണറായി ഗ്രൂപ്പ് അധികാരത്തിൽ വരുന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്, പ്രവർത്തനമുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ബഹിസ്ഫുരണമാണ് ഈ കാണുന്നത്, ഈ കേൾക്കുന്നതൊക്കെ. പാവം എത്ര സഖാക്കൾക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താ പുറ്റാൾ പറഞ്ഞു രാധാകൃഷ്ണൻ ദളിതാണല്ലോ, വലിയ കുഴപ്പമില്ലാത്ത നേതാവാണ്. രാധാകൃഷ്ണൻ മുന്നിൽ നിർത്തി മുഖ്യമന്ത്രി ആയിക്കൊണ്ട് ഇടതുപക്ഷം 26 ഇലക്ഷൻ മത്സരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ LDF അധികാരത്തിൽ വന്നേക്കാം എന്നൊരു ഒരാൾ പറഞ്ഞു. ഇരിക്കുവാതിൽ അതുപോലെയാണ്. പിണറായി സർക്കാർ മുന്നിൽ നിർത്തി കളിക്കുന്നെങ്കിൽ സംഘ് പരിപാടിയിൽ കേന്ദ്ര ഗവൺമെൻറ് അറിഞ്ഞ് കയ്യിലേക്ക് അധികാരം കൊടുത്താൽ ഓക്കെ, അല്ലാതെ അധികാരം കിട്ടാൻ ഒരു സാധ്യതയില്ല. കാരണം അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്തു. ഞാൻ ഒരിക്കലും പിണറായി കുറ്റപ്പെടുത്തിയ ആളില്ല, പുള്ളി ഒരു മോശക്കാരെന്ന് പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഓരോരുത്തരും കാര്യങ്ങൾ സാധിക്കുകയാണ്. അതിനദ്ദേഹം വീണുപോയി, അറിഞ്ഞും അറിയാതെയും. അതിനർത്ഥം എന്നെ അറിയാതെ പറ്റിച്ചാൽ ഞാൻ മണ്ടയിലാണ്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നമ്മളതിൻ്റെ അടിയൊഴുക്ക് മനസ്സിലാക്കണ്ടേ? മനസ്സിലാക്കാൻ പറ്റാതെ ഒഴുക്കിനെതിരെ നീന്താതെ ഒഴുക്കൊന്ന് നീന്തി ആപ്പിലായി. അപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് ഇബ്രാഹിം കുഞ്ഞ് സാഹിബിൻ്റെ മരണത്തെ ഞാൻ ഒരു അനുശോചനം രേഖപ്പെടുത്തുകയും അത് കുടുംബങ്ങൾ എൻ്റെ സ്നേഹം അറിയിക്കുകയും നാളെ കഴിയുമെങ്കിൽ ചെമ്പ്രയ്ക്കൽ യോഗത്തിൽ 1-2 പേർ വിളിച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ പരിപാടി ചെമ്പ്രയ്ക്കലുണ്ട് നാളെ ശനിയാഴ്ചയിൽ, അതിൽ ഞാൻ പങ്കെടുക്കുന്ന ആഗ്രഹിക്കൊണ്ട് ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് പടച്ചോനെ അള്ളാഹു എല്ലാം അറിയുന്ന റബ്ബി, എൻ്റെ സ്നേഹിതനും വാസ്തവത്തിൽ പാവമായിരുന്ന ഇബ്രാഹിം കുഞ്ഞ് സാഹിബിൻ്റെ തെറ്റിയിരുന്നു ഞാൻ പറയുന്നത്. ചില മൊയ്ലിയാക്കവർ പറയും ഈ മയ്യത്ത് ചെയ്ത എല്ലാ തെറ്റും പുറക്കരുത്. ഇവിടെ മയ്യത്ത് തെറ്റ് എല്ലാ തെറ്റും പറയും, നിങ്ങൾക്കെന്ത് അവകാശം? തെറ്റിയിട്ടില്ലെങ്കിലോ? ഈ മയ്യത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മയ്യത്തിൻ്റെ ജീവിച്ച കാലത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പടശ്ശേരി അത് പുറക്കാതെ നമ്മൾ പറയേണ്ടത്. അല്ല മയ്യത്ത് എല്ലാ തെറ്റും പുറക്കാൻ അന്ധമായിട്ട് പറയുന്നത് തെറ്റാണ്, ആ പ്രയോഗം തെറ്റാണ്. ഓക്കെ, അങ്ങനെ ഇബ്രാഹിം കുഞ്ഞ് സാഹിബിന് എന്തെങ്കിലും മോശം തെറ്റുണ്ടെങ്കിൽ പടശ്ശേരി അതൊക്കെ പുറത്ത് അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതും ആ കൂട്ടത്തിൽ പാവം മൊയ്തീൻ ഷാ ഉൾപ്പെടെ എൻ്റെ ഗ്രൂപ്പിനെയും ചേർക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താനും ഒരായി നന്ദി. ജയ് ഹിന്ദ്.